അന്ന് മലയാള സിനിമ ഒരു നടനെ മാത്രമല്ല ഒരു ചിരിയെയും ഒരുപാട് ഓർമ്മകളെയും കൂടി യാത്രയാക്കി. ശ്രീനി എന്ന പേര് അവസാനമായി കേട്ടപ്പോൾ കണ്ണുകൾ നിറയാതിരുന്നവർ വളരെ കുറവായിരുന്നു. അവസാന യാത്രയ്ക്ക് സിനിമാ ലോകം മുഴുവൻ എത്തിയപ്പോൾ ഒരാൾ മാത്രം കാണാതായി. വർഷങ്ങളോളം ഒരേ ഫ്രെയിമിൽ നിന്ന് ഒരേ തമാശയിൽ ചിരിച്ച് ഒരേ സെറ്റിൽ ജീവിച്ച ജയറാം ചടങ്ങിലില്ല. ഒരു പുഷ്പവുമില്ല, ഒരു കണ്ണീരിന്റെ സൂചന പോലുമില്ല. അതിലും വേദനിപ്പിച്ചത് ഫോണുകൾ തുറന്നപ്പോൾ, ഫീഡുകൾ റിഫ്രഷ് ചെയ്തപ്പോൾ ഫേസ്ബുക്കിൽ പോലും ശ്രീനിവാസനെക്കുറിച്ച് ഒരു വരി, ഒരക്ഷരം, ഒരു അനുശോചനമില്ല. അവിടെ നിന്നാണ് സോഷ്യൽ മീഡിയ സംസാരിച്ചത്. ചോദ്യങ്ങളായി, വേദനയായി, കോപമായി. മൗനം ഒരു അവകാശമാണ് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ ഇങ്ങനെയൊരു സമയത്ത് മൗനം വേദനയാണ് എന്ന് മറ്റുള്ളവർ എഴുതി. കാരണം ഇതൊരു ഔപചാരിക പോസ്റ്റിന്റെ അഭാവമല്ല, ഇതൊരു ബന്ധത്തിന്റെ ശബ്ദമില്ലായ്മയാണ്. ചില വേർപാടുകൾ വാക്കുകളേക്കാൾ വലുതാണ്, പക്ഷേ ചില മൗനങ്ങൾ വാക്കുകളേക്കാൾ കൂടുതൽ ശബ്ദിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കുറ്റം ചുമത്താനല്ല, ഒരു വാക്ക് മാത്രം, നമ്മൾ ഒരിക്കൽ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ. ഒരുപക്ഷെ ജയറാമിന്റെ മൗനം അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖമായിരിക്കാം, പക്ഷേ ആരാധകർക്ക് ഒരു നഷ്ടത്തിന്റെ മേൽ മറ്റൊരു വേദനയായി മാറി. ചിലപ്പോൾ ഒരു ലൈൻ മതി, ഒരു ഹൃദയചിഹ്നം മതി, ഒരു നിനക്ക് വിട എന്ന വാക്ക് മതി. പക്ഷേ അതില്ലാത്തത് മാത്രമാണ് എല്ലാവരെയും വേദനിപ്പിച്ചത്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.